ഹായ് വെൽക്കം ടു നിഷ വൈബ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കറിയാണ്. അതിനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വെണ്ടക്ക ഒരു 300 ഗ്രാം, 2 മീഡിയം സൈസ് ഓണിയൻ, 2 ടൊമാറ്റോ, ആവശ്യത്തിന് പുളി, പിന്നെ തേങ്ങ, കുറച്ച് ജീരകവും, പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക്, കരിവേപ്പില. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, റീഫൈൻഡ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതുമാകാം. ആദ്യം തന്നെ വെണ്ടക്ക നല്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ ഫ്രൈ ആകണം, ഇല്ലെങ്കിൽ കറി താളി പോലെയാവും. കുറച്ച് സാൾട്ട്, കുറച്ച് ടർമറിക് പൗഡറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഫ്രൈ. ഇതിനി കോരി മാറ്റാവുന്നതാണ്. വേറെ പാത്രത്തിലോട്ടേക്ക് അങ്ങ് മാറ്റാം. എന്നിട്ട് ഇതിൽ തന്നെ ടൊമാറ്റോവും ഓണിയനും ടൊമാറ്റോവും എല്ലാം വഴറ്റാം. ഇതിൽ തന്നെ ബാക്കിയുള്ള കറികളും അങ്ങോട്ടേക്ക് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിയതിന് ശേഷം 1.5 ടീസ്പൂൺ ഉലുവ, വെളുത്തുള്ളി ഇടാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മൂക്കുന്നത് വരെ വറുക്കുക. കരിവേപ്പിലയും ചില്ലിയും കൂടെ. ഇനി എടുത്തിരിക്കുന്ന ഓണിയൻ അങ്ങോട്ടേക്ക് ഇടുക, എണ്ണയിലിട്ട്. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഓണിയൻ കുറച്ച് വേഗം മൂത്ത് വരാൻ വേണ്ടി കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. സവാള നല്ലപോലെ മൂത്ത് വന്നു. ഇനി തക്കാളി ഇടാം. തക്കാളി നല്ലപോലെ ഒന്ന് ഉടയണം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ തക്കാളി വേഗം ഉടഞ്ഞു കിട്ടും. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഒരു 4 ടീസ്പൂണ് മുളക് പൊടി. എൻ്റെ മുളക് കുറച്ച് എരിവ് കുറവാണ്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ ഫ്രൈ ചെയ്ത വെണ്ടക്ക അതിലോട്ടേക്ക് ഇടാം. ഈ പുളി വെള്ളം അങ്ങോട്ടേക്ക് ഒഴിക്കാം.
ഈ തേങ്ങ അരച്ചത് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് ലൂസാക്കാം കറി. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഒന്ന് തിളയ്ക്കട്ടെ. വാങ്ങാവുന്ന നേരത്ത് കുറച്ച് കരിവേപ്പില വിതറുക. ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ.